ഹലോ, ഇത് ഞങ്ങളൊരു സ്ഥലത്ത് വന്നതാണ് വാക്കിങ്ങിന് വേണ്ടിയിട്ട്. നമ്മുടെ ഓക്ലാൻഡിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല, ഒരു 25 മിനിറ്റ്സേ ഉള്ളൂ. കൗറി ഗ്ലെൻ റിസർവ് എന്ന് പറഞ്ഞിട്ട്. നമുക്കൊന്ന് കണ്ടാലോ. സംഭവം ഒരു കാടാണല്ലേ. ന്യൂസിലാൻഡിൽ ബയോസെക്യൂരിറ്റി ഭയങ്കര നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ ഏത് കാട് അല്ലെങ്കിൽ ഏത് ട്രാക്കിലേക്ക് ചെല്ലുമ്പോഴും നമ്മളവിടെ കാല് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. നമ്മുടെ കാലിലുള്ള അഴുക്കുകളൊന്നും അകത്തേക്ക് കയറ്റാനായിട്ട് അവർ സമ്മതിക്കില്ല. യെസ്, ഇത് ശരിക്കും ഒരു കാടാണ്. കാടിൻ്റെ നടുക്കിൽ കൂടെ ഒരു വാക്ക് വേ ഇവർ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. എന്തായാലും നമുക്ക് താഴോട്ട് പോയി നോക്കാൻ എന്താ ഉള്ളത്. ഓക്കെ, സോ അങ്ങനെ നമ്മളിവിടെ ട്രീ വാക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് മുതൽ ഇങ്ങനെ ഒരു എന്താ പറയുക, വുഡിൻ്റെ ഒരു ബ്രിഡ്ജാണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം കേട്ടോ. കുറച്ച് നമ്മൾ അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. സോ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താ ഉള്ളത്. ഈ ബ്രിഡ്ജ് ട്രീ വോക്കിൻ്റെ ബ്രിഡ്ജ് നിൽക്കുന്ന സ്ഥലമായി കാണുന്നത്. ഈ ട്രീ വോക്കിൽ ഒരു സാധനം പോലും പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ഒന്നുമില്ല. സ്ക്രൂ മാത്രമാണ് മെറ്റലിൻ്റെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൽ ഈ കാണുന്ന സെൻറ്ററിലെ തൂണ് അതുവരെ തടിയാണ്. എല്ലാം തടിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതൊരു അടിപൊളി പ്ലേസ് ആട്ടോ. വൈകുന്നേരം ഒരു ഈവനിങ് വാക്കിന് വരാൻ പറ്റിയ സ്ഥലമാണ്. ഇതിപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജിൻ്റെ താഴേക്കൂടെ ഒരു ചെറിയൊരു ചാലിൽ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം. ഇതിൻ്റെ ഈ ബ്രിഡ്ജ് ഇങ്ങനെ താങ്ങി നിർത്തിയേക്കുന്ന ഒരു സിംഗിൾ പീസ് ഓഫ് എന്താ പറയുക മരമാണ്. പക്ഷേ ഇത് നല്ലൊരു ആംബിയൻസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു ചെറിയൊരു തണുപ്പും എന്നാൽ ഭയങ്കര കിളികളുടെ കൊച്ച സൈലൻസ് അതൊക്കെ കേൾക്കാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. സോ നിങ്ങളെപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ ഒരു ഈവനിങ് വാക്കിന് വരാൻ പറ്റിയ സ്ഥലം. ഇവിടെ ഈ റിസർവിൽ ഫുള്ള് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കൗരി ട്രീസ് ആണ് കേട്ടോ. ഈ കൗരി ട്രീസ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മരങ്ങളുടെ ഒരു ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വർഷം നിൽക്കുന്ന ഒരു ട്രീ ആണ് കൗരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മുടെ ന്യൂസിലാൻഡിൽ ഈ കൗരി ട്രീസ് ഒരുപാട് സ്ഥലങ്ങളിൽ അവർ റിസർവ് ചെയ്യുന്നുണ്ട്. ഐ മീൻ എന്താ പറയുക, ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈവൻ ഒരു 2000 വർഷം വരെ പഴക്കമുള്ള കൗരി ട്രീസ് ന്യൂസിലാൻഡിലുണ്ട്. അതിലൊരെണ്ണം ഞങ്ങൾ ഒരു 1200 ഇയേഴ്സിന് അത്രയും പഴക്കമുള്ളൊരു ട്രീ ഞങ്ങൾ കോറമണ്ടലിൽ പോയപ്പോൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ളൊരു റിസർവാണ്, കൗരി ട്രീയുടെ റിസർവാണിത്. കുറച്ച് നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയ ഇടവഴികൾ കിട്ടും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വഴി ഞങ്ങൾ എടുത്തു. ആ വഴി കയറി വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ട്രക്കിങ്ങിന് പോയില്ലേ അതുപോലെ ഇരിക്കും. പക്ഷെ നല്ലൊരു വാക്ക് വേ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ രണ്ട് സൈഡും കാടാണ്, നല്ലൊരു ആംബിയൻസ്. സ്റ്റാൻസിക്ക് ഫോട്ടോ എടുക്കണം അത്രേ. ഇത് ഇത്രയും ഉള്ളിലേക്ക് കയറിയിട്ട് തന്നെ വേണം നിനക്ക് ഫോട്ടോ എടുക്കാൻ. സംഭവം ന്യൂസിലാൻഡിൽ പാമ്പൊന്നും ഇല്ല, പക്ഷെ എങ്കിലും വല്ല പാമ്പും കുഞ്ഞുങ്ങൾ ഇനി ഉണ്ടായി വന്നിട്ടുണ്ടെങ്കിലോ. നീ ഒത്തിരി ആക്കത്തിൽ പോകണ്ട, മെല്ലെ പോയാ മതി. ആ കൊമ്പ് കിടന്ന് ആടുന്നുണ്ടോ കുഞ്ഞാ. നമ്മളിവിടെ നടന്ന് വരുമ്പോ ഇവിടെ ഇങ്ങനെ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ പിള്ളേർക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു വലിയൊരു മരത്തിന്റെ ഇതിലിങ്ങനെ ഒരു കയറൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടാൻ വേണ്ടിട്ട് ഇട്ടിട്ടുണ്ട്. ഞങ്ങളെല്ലാരും അതിനകത്ത് ട്രൈ ചെയ്തു കേട്ടോ. സംഭവം പൊളി. അനൂപ ട്രൈ ചെയ്യാൻ പോണ. ഇല്ല, നേരെ പോയാ മതി. മരം ടോമാഞ്ചറിൽ കാണുന്ന പോലെ അതാ ആട്ടല്ലേ. ഈ മരത്തിന്റെ കീഴിലായിട്ട് ഒരു ചെറിയൊരു മരത്തിന്റെ ബോക്സ് കാണാം. അതുപോലെ തന്നെ കുറെ എന്തൊക്കെയോ തൂക്കിയിട്ടിട്ടൊക്കെ ഉണ്ട്, മാല പോലെ എന്തോ സംതിങ് ഒക്കെ. എനിക്ക് തോന്നണത് ഇവിടെ ഏതോ കുഞ്ഞുങ്ങളെയോ അങ്ങനെ ആരെയോ അടക്കം ചെയ്തേക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. അറിയില്ല, ഉറപ്പില്ല, കാരണം കുരിശില്ല. പിന്നെ ഇവിടെ കൂടുതൽ എത്തിയസ്റ്റുകളായതുകൊണ്ട് അറിയത്തില്ല. പക്ഷെ ഇത്രയും ഒരു സ്കാരി ആയിട്ടുള്ള ഒരു മരവും ഇതും കാണുമ്പോൾ നമുക്ക് പേടിയാവും കേട്ടോ. കണ്ടോ, ഇനിയിപ്പോൾ അതിലെങ്ങാനും തൊട്ടിട്ട് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇനി നമ്മുടെ കൂടെ എങ്ങാനും വന്നാലോ. വേണ്ട, എനിക്ക് പേടിയാ. ബൈ.
പ്രേതം ആവാഹിച്ച്. പൈപ്പിന്റെ കണക്ഷനാ. ആരുടെ പ്രേതം? കൊച്ചിന്റെ പ്രേതം ചെറുതാണല്ലോ സ്ഥലം. ഇങ്ങനെ പോനി കുറച്ചുകൂടെ പോരാ? പോണോ? ചിലപ്പോ അപ്പുറത്ത് എന്റെ എത്തും. എനിക്ക് നടക്കാൻ വയ്യ. പറയാൻ പറ്റില്ല. ഈ കൊച്ചിനെ ഇവിടെ അടയ്ക്കാൻ ചെയ്തേക്കുന്നതിന് ബാക്കി ചിലപ്പോ അപ്പുറത്തുണ്ടെങ്കിലോ. എന്റെ ദൈവമേ, നിനക്ക് മലയാള സിനിമയിലൊരു സീരിയൽ എഴുതാടി. മലയാള സിനിമയിലല്ലോ, സീരിയലിലൊരു കഥ എഴുതാം. അടുത്ത ട്രാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഓരോ ട്രാക്കിനും ഓരോ പേരുണ്ടല്ലേ. ഇനിയുള്ളത് കൊക്ക കേട്ടോ. കുറച്ച് ഇരുട്ടുമായിട്ടുണ്ട്. അതെന്താ വാഷ്റൂം അവിടെ കെട്ടി ഉണ്ടാക്കിയേക്കണ? അതെയോ? ഇതൊക്കെ തിരിച്ചു കയറണം കേട്ടോ, എനിക്ക് വയ്യട്ടാ. അനൂപേ, അവിടെ നിന്ന് ഒരു ഹൈ അണിച്ച് നോക്കട്ടെ എത്ര ഹൈറ്റ് ഉണ്ടെന്ന് അറിയാം. സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴേക്ക് പോകുന്നുണ്ട്. ഇരുട്ടായതുകൊണ്ട് ഒരു ചെറിയൊരു ഭീകരത ഉണ്ടല്ലേ. ഈ ഒരു ടൈമിൽ വന്നുകൊണ്ട് ഒമ്മരു ഫോൾസിൽ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതിവിടെ വന്നാൽ മതി കേട്ടോ. ഈ ഒരു ടൈമിങ്ങിൽ വരണം. ഞങ്ങളൊരു 7 മണി പോലെയൊക്കെയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു ചെറിയ എന്താ പറയുക, ഒത്തിരി രാത്രിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ട്രാക്കിൽ കൂടെ നടന്നിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ഇരുട്ട് വന്ന പോലെയൊക്കെ ആയിട്ടുണ്ട്. ഇനി തിരിച്ചു പോകുമ്പോൾ എന്തായാലും സംഭവം കുറച്ച് സ്കേരി ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് പോയി നോക്കാം. എന്താണെന്ന് അറിയണമല്ലോ ഇതിൻ്റെ ഉള്ളിലുള്ളത്. ശരിക്കും ഇവിടെ അത്യാവശ്യം നല്ല ഇരുട്ടാണല്ലേ. ക്യാമറയിൽ എടുക്കുമ്പോൾ വെളിച്ചം വരുന്നുണ്ട്. വെളിച്ചം വരുന്ന കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇരുട്ടായി. ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇത്ര നേരം ഒറ്റയ്ക്ക് വ്ളോഗ് ചെയ്ത് നടന്ന ആളാണ്. ഇപ്പോൾ സത്യമായിട്ട് ഇരുട്ട് തുടങ്ങിയപ്പോൾ ആൾക്ക് പേടിയായി. ഞാൻ ഫ്രണ്ടിലോട്ടുള്ള വ്യൂ കാണിച്ചു തരാം. സൈഡിൽ കൂടെ ഒരു അരുവി പോകുന്നുണ്ടല്ലേ. ലൈവാണ്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ മത്സ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ട്രാക്ക് നല്ല ഭംഗിയുണ്ട്. അവരിങ്ങനെ നല്ല ഭംഗിയിലാണ് അത് ചെയ്തേക്കുന്നത്. വളഞ്ഞ് 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 കുറച്ച് ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ അരുവിയിൽ നിന്നൊക്കെ വെള്ളം പൊങ്ങിയിട്ട് അതായിരിക്കും ഇത് കുറച്ച് ഹൈറ്റിൽ അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. മരമൊക്കെ ട്രാക്കിലേക്ക് ഇങ്ങനെ വീണ് കിടക്കുവാണ്. ന്യൂസിലാൻഡിൽ ഇത്രയും നല്ല എയർ ക്വാളിറ്റി ഉണ്ടാവാനായിട്ടുള്ള ഒറ്റ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള മരങ്ങളാണ് കേട്ടോ. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഈ ന്യൂസിലാൻഡിൽ എയർ ഇങ്ങനെ എന്താ പറയുക, കുറേ ചൈന പോലുള്ള ചില കൺട്രീസിലൊക്കെ അവരത് എയർ ക്വാളിറ്റി എത്ര ഉള്ളത് കൊണ്ട് അവർ എയർ എടുത്തിട്ട് വിൽക്കുന്നുണ്ടെന്ന്, സെയിൽ ചെയ്യുന്നുണ്ടെന്ന്. എത്രത്തോളം അതിൽ യാഥാർത്ഥ്യം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടുത്തെ എയറിന് നല്ല ക്വാളിറ്റി ഉള്ള ഒരു എയറാണ്. പൊല്യൂഷനൊക്കെ വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലൊന്നും പോലെയല്ല. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് ഫീൽ ചെയ്യുകയും ചെയ്യും. നമുക്കങ്ങനെ ഡെയിലി കിട്ടുന്ന പോലെ അല്ലെങ്കിൽ നാട്ടിലുണ്ടാകുന്ന പോലെ അസുഖങ്ങളൊന്നും അധികം ഇവിടെ വരുന്നില്ല. സോ അതെല്ലാം ഈ ട്രീസ് കൊണ്ടാണ്. സോ ഇതോടുകൂടി ഞങ്ങളുടെ അടുത്ത വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അത്യാവശ്യം പാർക്കിംഗ് ഒക്കെ നമുക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.